ഒരു പ്രണയം ഒരു കാത്തിരിപ്പ്. ഭാഗം 8. രചന ഗായത്രി. എന്താടോ താൻ ഫോൺ എടുക്കാത്തെ? എത്ര നേരമായി വിളിക്കുന്നു? സോറി സർ. അവളുടെ പതിഞ്ഞ മൃദുവായ ശബ്ദം അവന്റെ കാതിലെത്തി. കോളേജിൽ ഫോൺ സൈലന്റ് മോഡാക്കി വെച്ചതായിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു. സ്വിച്ച് ഓഫ് ആയി പോയത് ഞാൻ അറിഞ്ഞില്ല. ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവൾ വിശദീകരിച്ചു. സൂര്യൻ കനത്തിൽ മൂളി. താൻ ഓക്കെ അല്ലേ? ഫുഡും ടാബ്ലറ്റും കഴിച്ചു? അവന്റെ ചോദ്യത്തിൽ അവൾ അമ്പരന്നു. ഇല്ല സർ, കഴിക്കാൻ പോകുന്നേയുള്ളൂ. ഇത്ര നേരമായിട്ടും താൻ കഴിച്ചില്ലേ? അവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. എടോ, താൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത്രയും സുഖമില്ലാതെ ഇരുന്നിട്ട് വീണ്ടും പ്രോപ്പറായി ഫുഡും മെഡിസിനും കഴിക്കാതെ താൻ എങ്ങനെ റിക്കവർ ചെയ്യും? അവന്റെ ചോദ്യത്തിൽ അവൾ നിശബ്ദയായി. സൂര്യൻ സാർ തന്നെ വിളിച്ച് ഷോക്കിലായിരുന്നു അവൾ ഇപ്പോഴും. ഞാൻ കഴിച്ചോളാം സാർ, അവൾ പതുക്കെ പറഞ്ഞു. താൻ ഓക്കെ ആണോ? അവന്റെ ശബ്ദത്തിലെ കാഠിന്യം കുറഞ്ഞു. ഓക്കെ ആണ് സാർ. തന്നെ ആ ലേഡി വഴക്ക് പറഞ്ഞു പിന്നെ? അവൻ വീണ്ടും ആരാഞ്ഞു. ഇല്ല സർ, വിരയലോടെ അവൾ പറഞ്ഞു. സാർ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത്? അവൾ അമ്പരന്നു. വീട്ടിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് അവൾക്ക് വീണ്ടും കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ഭാഗത്തെ നിശബ്ദത കണ്ട് സൂര്യന് ഫോൺ വെക്കാൻ തോന്നിയില്ല. താൻ എന്താടോ മിണ്ടാത്തത്? ഒന്നുമില്ല സർ. തന്റെ വയറുവേദന കുറഞ്ഞു? അവൻ ഓപ്പണായി അങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്ക് ജാള്യതയായി. കുറഞ്ഞു സർ. തന്റെ ആരാണ് ആ ലേഡി? എൻ്റെ സ്റ്റെപ്പ് മദർ ആണ് സർ. ഓക്കെ. തനിക്ക് വേറെ ആരൊക്കെയാണ് റിലേറ്റീവ്സ് ആയിട്ട്? വേറെ അങ്ങനെ ആരുമില്ല സർ. അവളുടെ പതിഞ്ഞ മറുപടി കേട്ട് അവന്റെ ഹൃദയം എന്തിനോ വിങ്ങി. എടി ഗായത്രി. ഫോണിലൂടെ അവൻ സുനിതയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. സർ, ചെറിയമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ വെക്കുകയാണ്. ഫോൺ ഉടനെ ഡിസ്കണക്റ്റായി. അവന് ആകെ ഒരു വല്ലായ്മയായി. പാവം, അവളെ സഹായിക്കാൻ ബന്ധുക്കളായ ആരുമില്ലേ? അവളെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് അവന് തോന്നി. നാളെ കോളേജിലെത്തിയാൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവളുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്ന് അവൻ ഉറപ്പിച്ചു. ഇതേ സമയം കോൾ കട്ട് ചെയ്ത് ഗായത്രിയും ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. തന്നെ സാർ വിളിക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തന്റെ ഫാമിലിയെ പറ്റി സാർ ചോദിച്ചത് എന്തിനാണ്? വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ചെറിയമ്മ അവരോട് മോശം മുഖം കാണിച്ചത് കൊണ്ടായിരിക്കുമോ എന്ന് അവൾക്ക് തോന്നി. തന്നോട് സാർ കൂടുതൽ കരുതൽ എടുക്കുന്നുണ്ടോ? താൻ എന്താണ് ആലോചിക്കുന്നത്? തന്റെ വീട്ടിലെ സാഹചര്യം കണ്ട് സാർ ചോദിച്ചു പോയതായിരിക്കാം. എത്ര നേരമായിട്ടും ചെറിയമ്മ തന്നോട് ഭക്ഷണം കഴിക്കാനോ മരുന്ന് കഴിക്കാനോ എന്തിന് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. വന്നപ്പോൾ തുടങ്ങി ഓരോ ജോലി തന്ന് പിന്നാലെ വഴക്ക് പറഞ്ഞ് നടക്കുകയാണ് അവർ. അടുക്കളയിൽ കൂട്ടിയിരുന്ന പാത്രങ്ങളൊക്കെ ഇപ്പോൾ കഴുകി തീർത്ത് അവൾ റൂമിലെത്തിയതേയുള്ളൂ. റൂം എന്നൊന്നും പറയാനില്ല. അടുക്കളയോട് ചേർന്നുള്ള ഒരു സ്റ്റോർ റൂമാണത്. അവിടെയാണ് അവൾ ഉറങ്ങുന്നത്. സുനിത അവൾക്കായി നൽകിയ ഇടമാണത്. നിലത്ത് പായ വിരിച്ചാണ് അവൾ ഉറങ്ങുന്നത്. സ്റ്റോർ റൂമിന്റെ സൈഡിലുള്ള തട്ടിൽ അവളുടെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ കഴിക്കാനുള്ള മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഫുഡ് കഴിക്കണം. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. സുനിതയും മക്കളുമൊക്കെ അവരുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും കറികളും എടുത്ത് കഴിക്കാൻ തുടങ്ങി. വെറുതെ അവൾക്ക് വീണ്ടും സൂര്യനെ ഓർമ്മ വന്നു. തനിക്ക് രാവിലെ ജ്യൂസും ഇഡ്ഡലിയും ഒക്കെ വാങ്ങി തന്നത് അവൾ ഓർത്തു. സാറാണ് ആശുപത്രിയിലെ ബിൽ പേ ചെയ്തത്. താനത് തിരിച്ചു കൊടുക്കേണ്ടേ? തൻ്റെ കയ്യിലാണെങ്കിൽ ഇനി കുറച്ചു പൈസയേ ഉള്ളൂ.
കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് അവൾ കോളേജ് ഫീസിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പണം കണ്ടെത്തുന്നത്. അടുത്ത മാസം ട്യൂഷൻ ഫീസ് കിട്ടുമ്പോൾ സാറിൻ്റെ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് അവൾ വിചാരിച്ചു. ഭക്ഷണം കഴിച്ച് അവൾ അടുക്കള പൂട്ടി ഉറങ്ങാനായി പോയി. വല്ലാത്ത ക്ഷീണവും നടുവേദനയും ഉണ്ടായിരുന്നു അവൾക്ക്. പതുക്കെ അവൾ പായയിലേക്ക് ചാഞ്ഞു കിടന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു വസന്തകാലം തരാൻ ഒരുവൻ എത്തിക്കഴിഞ്ഞു എന്നറിയാതെ. കാത്തിരിക്കണേ, തുടരും. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കല്ലേ.